ഹുവായുടെ എൻജോയ് 9s എന്നുള്ള ഫോണ് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഫോണ് ട്രിപ്പിൾ ക്യാമറയും അതുപോലെ തന്നെ ഡ്യൂ ഡ്രോപ്പ് നോച്ചും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവായ് എൻജോയ് 9s എന്നുള്ള ഫോണിനെ പറ്റിയിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഹുവാവെ എൻജോയ് 9sന്റെ ഡിസ്പ്ലേ വരുന്നത് 6.21 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 19.5:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ഒരു നോച്ച് ലഭിക്കുന്നുണ്ട്. നോച്ച് എന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ബാക്ക് കവർ വരുന്നത് ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഹുവാവെ എൻജോയ് 9s. കിരിൻ 710 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സർ നമ്മൾ മുമ്പ് ഹോണർ 8X പോലുള്ള ഫോണുകളിലൊക്കെ കണ്ടതാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു പ്രോസസ്സർ തരുന്നതായിരിക്കും. 4GB റാം ആണ് ഈ ഫോണിൽ വരുന്നത്. 64GB ഇന്റേണലിന്റെ ഒരു വേരിയന്റും 128GB ഇന്റേണലിന്റെ മറ്റൊരു വേരിയന്റുമാണ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സിം ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള EMUI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ ഇതിന്റെ ക്യാമറയാണ്. പിൻ ക്യാമറ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ്. 24 മെഗാപിക്സലിന്റെ ഒരു മെയിൻ സെൻസറും 16 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും പിന്നെ 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ലഭിക്കുന്നത് 8 മെഗാപിക്സലിന്റെ ഒരു സിംഗിൾ സെൻസറാണ്. ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ബാക്കിലാണ് വരുന്നത്. 3400 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ ഇതുവരെ ഇന്ത്യയിൽ റിലീസ് ആയിട്ടില്ല. ഇപ്പോൾ ചൈനയിൽ മാത്രമാണ് റിലീസ് ആയിട്ടുള്ളത്. 4GB റാം 64GB ഇന്റേണൽ വേരിയന്റിന്റെ വില ഏകദേശം 15,400 രൂപയും 4GB റാം 128GB ഇന്റേണൽ വേരിയന്റിന് ഏകദേശം 17,400 രൂപയുമാണ് വില വരുന്നത്. ഈ ഒരു ഫോണിനെ കുറിച്ചിട്ട് അധികം എക്സൈറ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഇതിനേക്കാൾ നല്ല പെർഫോമൻസും ഇതിനേക്കാൾ നല്ല ക്യാമറയുമായിട്ടുള്ള ഫോണുകളൊക്കെ ഇന്ത്യയിൽ ഇപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്.